വയനാട് എന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയാ സംസ്ഥാനം മാതിരിയാക്കിച്ചു. ഉരുൾപൊട്ടൽ വരുമ്പോഴേക്കും ഈ ഭാഗം ഒറ്റപ്പെട്ടു പോകുവാണ്. വയനാട്ടിൽ ഒരു റെയിൽവേയോ അതുപോലുള്ള യാത്രയ്ക്ക് പറ്റുന്ന ഒരു സംവിധാനം വയനാട്ടിലില്ല. വൈകുന്നേരം 6 മണിക്കൊക്കെ ലക്കിടിയിൽ കൂടിയിട്ട് ഒരു ദിവസം രാവിലെ വരെ വെക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് ഏത് മുന്നണിക്കാണെങ്കിലും നമ്മൾ ഇവിടെ വോട്ട് ചെയ്യുക. അവരാ വോട്ട് വാങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. Hello, welcome to the News Minute. Our election coverage, Fault Lines 2026, is in Wayanad, a place known for its plantations and wildlife sanctuaries. Wayanad has 3 assembly constituencies, Kalpata, Mananthavadi and Sultan Batheri. According to Kerala's Economic Review of 2025, Wayanad is the lowest urbanizing district in the state. While that may be good for Wayanad in some ways, it also has the lowest per capita income. That is lower than the state's average. Development is a buzzword in Wayanad. Candidates are claiming that they build roads and bypasses and are seeking for re-election. കൽപ്പറ്റ ബൈപ്പാസിനെ ഇന്ന് പൂർണ്ണ സജ്ജമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് തന്നെയാണ്. ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കോഴിക്കോട് എത്തണം. അപ്പോൾ അതിനിപ്പോൾ ഒരു ബദൽ റോഡായിട്ട് തുരങ്കപാത അത് വരുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി കുറേ കാലതാമസം എടുക്കും എന്നുള്ളതാണ് ഒരഭിപ്രായം. പകരം ഒരു എയർ ആംബുലൻസ് അങ്ങനെയുള്ളതിൽ ബന്ധപ്പെട്ട അധികാരികൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഒരു എയർ ആംബുലൻസ് പെട്ടെന്നൊരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകാനും കാര്യങ്ങളുള്ളൊരു ഇത് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും വയനാട്ടുകാർക്ക്. ഗുണ്ടൽപേട്ട മൈസൂർ ബത്തേരി റോഡുണ്ട്, അത് രാത്രി യാത്രാ നിരോധനമുണ്ട്. അത് പിൻവലിച്ചിട്ട് പഴയ പോലെ നല്ല രീതിയിലുള്ള ഒരു ബദൽ പാതകളായിട്ടോ എന്തെങ്കിലും ഒന്ന് നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. വന്യമൃഗ ശല്യം അതിന് വേണ്ട ഒരു മുൻകരുതൽ എടുക്കണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ. ഇപ്പം ഗവൺമെൻറ് ആണെങ്കിലും ഇവിടുത്തെ MLA ആണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും വന്യമൃഗ ശല്യങ്ങളെ നിയന്ത്രിക്കണം. അതിനുള്ള കർശനമായിട്ടുള്ള നടപടി എടുക്കുക. അതായത് ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഇടയ്ക്ക് തടാകങ്ങളൊക്കെ നിർമ്മിക്കാം. മൃഗങ്ങൾക്ക് വേണ്ട വെള്ളം കൂടി, അത് വെള്ളമില്ലാത്ത സമയത്താണ് തീറ്റയും വെള്ളമില്ലാത്ത സമയത്താണ് റോട്ടിലേക്ക് ഇറങ്ങുന്നത്. മനസ്സിലാവോ? While Wayanad is preparing to vote, the scars of the 2024 landslide still remain. How far has the place recovered? ഉരുൾപൊട്ടൽപ്പെട്ട് ഇവിടെ ഒറ്റപ്പെട്ട് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ മാനസികമായിട്ട് തകരാറിലായി പോയാൽ ഇപ്പം മാനസികത്തിൻ്റെ ഉള്ളി കഴിക്കുക, ഇല്ലെങ്കിൽ ഉറക്കല്ല, ഇങ്ങനത്തെ അവസ്ഥയുണ്ട്. ദേവ് കണ്ടപ്പോൾ സന്തോഷമുണ്ട്, എൻ്റെ കുട്ടികളൊക്കെ സന്തോഷമുണ്ട്. അവർക്കൊരു ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ചുരമ്പൽക്കാരും മുണ്ടക്കൈക്കാരൊക്കെ ഏകദേശം ഇതായി. ഇനി ഇവിടെ നിന്ന് ഓരോരുത്തർ വീട് കെട്ടി പോകുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞവർ പോകുമ്പോൾ പിന്നെ ഞങ്ങളിവിടെ കിട്ടാത്തവർ ഒറ്റപ്പെടുകയല്ലേ. എല്ലാം കൊണ്ട് ഒരു ടെൻഷനാണ് മനസ്സിക്ക്. The landslides of July 2024 buried entire neighborhoods of Mundakai and Churalmala. More than 200 people died. Now, nearly after 2 years of the landslide, some survivors are finally beginning again. Families who lost everything are moving into new homes. സീറോയിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് താമസമൊക്കെ അതിന് ശേഷം പിന്നെ എല്ലാം റെഡിയായി വരും. സന്തോഷമുണ്ട്, അതിലേറെ സങ്കടമുണ്ട്. പിന്നെ നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് അവർക്ക് ഈ ഒരു വീട് കാണാൻ പറ്റാത്തതിലൊക്കെ ഒരുപാട് വിഷമമുണ്ട്. കിട്ടും, ലിസ്റ്റിൽ പേരുണ്ട്. ഞങ്ങളതിന് പലവട്ടം ഞങ്ങളതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പേപ്പറുകളും റെഡിയാക്കിയിട്ടുണ്ട്. പണി തീർന്ന ഉടനെ തന്നെ നമുക്ക് വീട് കിട്ടുന്നു എന്നുള്ളത് അവർ സമ്മതിച്ചിട്ടുമുണ്ട്, മന്ത്രി സമ്മതിച്ചിട്ടുമുണ്ട്. ജീവിതത്തിൽ ഇപ്പോൾ കൽപ്പറ്റ ഒരു 5 സെന്റ് സ്ഥലം എടുത്തിട്ട് ഒരു വീട് വെക്കാൻ എൻ്റെ തലമുറയ്ക്കും കൂടി പറ്റൂല. ഇത് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. The Kerala government handed over 178 houses to the affected families. The homes are not the typical box type which governments give as part of the relief. Each family receives a 2 BHK in a thoughtful layout. Even though the houses were handed over to the families, they are still not ready for living. The government's plan includes 410 houses and some of them are still in the beginning stage of its construction. ചെറിയൊരു ആശങ്കയുണ്ട് ഞങ്ങളുള്ളിൽ. കാരണം മഴയാകുമ്പോഴത്തേനും ഞങ്ങളെ എല്ലാവരും ഒന്ന് എത്തണമെന്ന് വെച്ചിട്ട് ആളുകളെ ഒന്ന് പുനരധിവാസം ആവുകയാണെങ്കിൽ
എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര ആശങ്കയിൽ തന്നെയാണ്. ആ ഗവൺമെന്റ് തരുന്നുണ്ട് ഞങ്ങൾക്ക് ആ 9,000 കിട്ടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ച് പോകണം ഇപ്പോൾ. അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് അവർക്ക് പണിക്ക് പോകാനും പറ്റില്ല. നമ്മളെ നാട്ടിലത്തെ പോലെ ഇവിടെ പണിയും കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സമാധാനത്തിൽ ജീവിച്ച് പോകുന്നുണ്ട് 9,000 കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഹിറ്റായിട്ടും 5, 9 കയറുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. But it isn't just the government. The Muslim League have also built the houses. ഇതിലിപ്പോൾ നമുക്ക് ദുരന്തം ബാധിച്ച സമയത്ത് സർക്കാർ ദുരന്ത ബാധിതർക്ക് പിന്നെ വളരെ നല്ല രീതിയിൽ 2 ഓപ്ഷൻ കൊടുത്തു. ഒന്ന് സർക്കാരിൻ്റെ വീടുകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ വാങ്ങിയിട്ട് മറ്റു സന്നദ്ധ സംഘടനകളുടെ വീട് ചൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ വീട് ചോയ്സ് ചെയ്തു. കാരണം നമുക്ക് ഞാൻ കെട്ടുപണിയൊക്കെ എടുത്തിരുന്ന ആളാണ്. ഡിസ്ക് പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ പ്രശ്നമായതുകൊണ്ട് ജോലിക്ക് പോകാൻ പ്രയാസമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് സ്വീകരിച്ചത്. അപ്പോൾ 15 ലക്ഷം വാങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. But it's the Congress that's yet to deliver the promised houses. We are focusing on the persons who have not in the list of the government. The government is not finalized into the list also. Why the government? The 19 months over. Why the government is delaying? We are taking the responsibility of that persons. There is not a match. There is not a conflict. There is not a race in between Congress party and government or other organization. No, never. It is a rehabilitation project. And it is a promise from our part to complete 100 houses. That will be done. The registration of the land is half done and the half is on the way. And we have fixed our agency of concession, and that is also on the move. The layout designing completed, and we are in track. When the landslide hit Wayanad in 2024, the News Minute reported from the ground. Now, we are revisiting the place to know how the survivors are rebuilding their lives and what are the challenges still remain. If you think stories like this matter, please subscribe to the News Minute and contribute to our election fund so that we can continue our work.